ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ അവലോസ് പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ പച്ചരി കൊണ്ടല്ലേ അവലോസ് പൊടി ഉണ്ടാക്കൽ. ഇത് ഞാൻ റേഷൻ കടയിലെ പുഴുങ്ങലരി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇന്ന് ഞാൻ അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അരി 1.5-2 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണിത്. അരി ഞാൻ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രം എടുത്തത്. ഇതിലല്ല കേട്ടോ ഞാൻ വറുക്കുന്നത്. പിന്നെ വറുക്കുന്ന സമയത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റും. ഇതിൽ ഇനി കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യുന്നത് ഞാനിപ്പോൾ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഓരോരോ ചേരുവകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തത്. എന്നതിന് ശേഷം ഒരു 10 ഏലക്കായ ഒന്ന് ചതച്ചതിന് ശേഷം തൊലി മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ അരിക്ക് 2 തേങ്ങ എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇത് വലിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർക്കുന്നത്. ഇനി ഈ പൊടിയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയുടെ നനവൊക്കെ ഈ പൊടിയിലേക്ക് ആവുന്ന രൂപത്തിലാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അവലോസ് പൊടി വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 100 ഗ്രാം എള്ള് നന്നായി കഴുകി അരിച്ചെടുത്തത് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ എള്ളിൽ നല്ല കല്ലുണ്ടാവും, അതൊന്ന് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും ഇത് ഈ പൊടിയുടെയും തേങ്ങയുടെയും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കണം. 1 മണിക്കൂറിന് ശേഷം പുറത്ത് ഞാൻ 2 കല്ല് വെച്ചിട്ട് അടുപ്പ് മൂട്ടിയതാണ് കേട്ടോ. പുറത്ത് അടുപ്പൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസരം വരുമ്പോൾ 2 കല്ല് വെച്ചിട്ട് അങ്ങനെ തീ മൂട്ടലാണ് പതിവ്. ആദ്യം തന്നെ ഈ പൊടി ഇട്ട ചെമ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിലാണ് കുറച്ച് സമയം വറുത്തെടുക്കേണ്ടത്. വല്ലാതെ തീ കൂട്ടി വെച്ചാൽ പിന്നെ അത് അടി പിടിക്കാനൊക്കെ നല്ല സാധ്യതയുണ്ട്. ഫസ്റ്റത്തെ ടൈമിലാണെങ്കിൽ നല്ലോണം ഒരു ബുദ്ധിമുട്ടാണ് ഇത് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ നല്ലൊരു അധ്വാനം ആവശ്യമാണ് ഇതിന് ഫസ്റ്റ് ടൈമിൽ കേട്ടോ. കുറച്ച് ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ പ്രശ്നമില്ല. ശരിക്കും ഇത് വറുത്ത് റെഡിയായി വരണമെങ്കിൽ തന്നെ 1 മണിക്കൂറിൻ്റെ അടുത്ത് വേണം. പച്ചരി ആണെങ്കിൽ അത്ര തന്നെ സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. ആ കൈ വെക്കാതെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ വറുത്തെടുക്കണം. ഈ പൊടിയുടെ പകുതി വറവാകുന്ന വരെ കൈ വെക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് ഒരു മിനിമം 1/2 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഒരു ഏകദേശം ഒന്ന് ആയി കിട്ടാൻ. വറക്കുന്ന സമയത്ത് ഒരു ഓലൻ്റെ അത് തന്നെ വെച്ചാൽ മതി. വലിയ വലിയ വിറകൊക്കെ വെച്ചാൽ തന്നെ പെട്ടെന്ന് തീ കൂടിയിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ പൊടിയുടെ 1/4 ഭാഗം വറവായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 500 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും അതേപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. കൈ വെക്കാതെ വറക്കണം. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി ഈ പൊടിയിലേക്കൊക്കെ റെഡി ആയതിനു ശേഷം നമുക്ക് ഒരു 100 ഗ്രാം നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഈ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ അത് അടി പിടിച്ച് നാശമാവും, ഒന്നിനും പറ്റാതായി പോകും. പിന്നെ ഈ നെയ്യും കൂടിയൊക്കെ ചേർത്താലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് ഈ അവലോസ് പൊടിക്ക്. ഇന്നതിന് ഈ നെയ്യൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് തീയില്ലാതെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. അടിയിൽ തീ വേണമെന്നില്ല, ചെറിയൊരു കണലായാലും മതി. ഈ ചുവപ്പ് കളറാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഹെൽപ്പിന് ആരെങ്കിലും കൂടിയേ തീരുള്ളൂ കേട്ടോ. ഇത് വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ കൈയൊക്കെ കുഴഞ്ഞ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് മാറ്റി ഒന്ന് വറുക്കാനൊക്കെ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടാവുന്നത് നല്ലത്. നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഈ അവലോസ് പൊടി നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന സമയത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പുറത്തുള്ള, അതായത് ഗൾഫിലോ മറ്റോ ഉള്ള ആളുകൾക്ക് കൊടുത്തയക്കാം. പിന്നെ മറ്റൊരു ഉപകാരം ഈ അവലോസ് പൊടിയെ കൊണ്ട് നമ്മൾ സുന്നത്ത് കഴിച്ച് കിടക്കുന്ന കുട്ടികളില്ലേ അവർക്ക്, അതേപോലെ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക്, ആദ്യമായിട്ട് ഋതുമതി ആവുന്ന കുട്ടികൾക്ക്, അങ്ങനെ എല്ലാവർക്കും ഇത് കൊടുക്കാവുന്നതാണ്. ഇത് പ്രത്യേകിച്ചൊരു ആരോഗ്യ സംരക്ഷണ സമയമാണല്ലോ അവർക്ക് ആ സമയത്ത്. അപ്പോഴൊക്കെ ഇതേ രൂപത്തിലുള്ള ഒരു അവലോസ് പൊടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തിനും നല്ലതാണ്, അവർക്കിത് ഇഷ്ടവും ആയിരിക്കും.
പിന്നെ ഈ അവലോസ് പൊടി മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം ശർക്കര അലിയിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് അവലോസ് ഉണ്ട ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അവലോസ് ഉണ്ടയും റെഡിയാക്കി എടുക്കാം നമുക്ക്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.